ഞങ്ങളെ വിളിച്ചു വരുത്തുമ്പോൾ ഞങ്ങളോട് ചർച്ച ചെയ്യാതെ പ്രഖ്യാപിക്കുന്നതിലും കുഴപ്പമില്ല എന്നവർക്ക് തോന്നുകയാണ്. ആ ആറ്റിറ്റ്യൂഡാണ് ഇഷ്യൂ, അടിസ്ഥാനപരമായ ഇഷ്യൂ. മറ്റൊന്ന്, ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഞങ്ങൾക്ക് അവകാശം ചോദിക്കാൻ പറ്റും. അത് ചോദിക്കാനുള്ള ക്ലെയിം ഞങ്ങൾക്കുണ്ട്. ഇല്ല എന്ന് പറയുന്നതിന് ഒരുപക്ഷെ പറയുന്ന റീസൺ സ്വന്തമായി ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കേണ്ടതില്ല. അപ്പോൾ ഒരു മുന്നണി സംവിധാനത്തിൽ സ്വന്തമായി ഭൂരിപക്ഷം കിട്ടിയാൽ പിന്നെ മുന്നണി ചർച്ച ചെയ്യേണ്ട എന്ന ആറ്റിറ്റ്യൂഡ് തെറ്റാണ്. കൊച്ചി കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടും ഏകപക്ഷീയമായി അതിൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു എന്നത് സംബന്ധിച്ച് ഇന്നലെ തന്നെ മുസ്ലിം ലീഗ് പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചതാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് 4 മണിക്ക് കൊച്ചിയിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃയോഗം ചേരുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മീഡിയ വണിനൊപ്പം ചേരുകയാണ്. ഒരുപക്ഷെ ജില്ലയിലെ തന്നെ UDF പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കുന്ന ഒരു സമീപനമാണോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം UDF യോഗം ചേർന്നിട്ടില്ല. ഈ ഭാരവാഹികളെ എടുക്കുന്ന കാര്യത്തിൽ, അതായത് മേയർ, ഡെപ്യൂട്ടി മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ വൈസ് പ്രസിഡന്റ്, ഇത് ജില്ലാ UDF എടുക്കേണ്ട തീരുമാനമാണ്. അതിനോടൊപ്പം ഇത് താഴേന്ന് തർക്കം വരുന്ന മുനിസിപ്പാലിറ്റിയുടെ പഞ്ചായത്തുകളുടെ തർക്കങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്തിൽ ചിലതൊക്കെ ജില്ലാ UDF ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നിട്ടില്ല. അപ്പൊ ആ മീറ്റിംഗ് നടക്കാതെ വന്നപ്പോൾ ഞങ്ങളത് അവരെ അറിയിച്ചിരുന്നു. ഇന്നലെ അവര് മീറ്റിങ്ങിന് വിളിച്ചു, വൈകിട്ട് 5 മണിക്ക് വരാമെന്ന്. പക്ഷെ അവിടെ അതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങളുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനവും ജില്ലാ പഞ്ചായത്തിലെ ഒരു സ്ഥാനവും ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കത്ത് കൊടുത്തു. ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് NVC അഹമ്മദും ജനറൽ സെക്രട്ടറി അബ്ദുൽ ഗഫൂറും കത്ത് കൊടുത്തു. ആ കത്ത് അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഡെപ്യൂട്ടി മേയറിന്റെ 2 ടേമായി വെച്ചുകൊണ്ട് അവർ പ്രഖ്യാപിച്ചു. ചർച്ചയ്ക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു. ഒരു മുന്നണി സംവിധാനത്തിൽ അത് ശരിയായ രീതിയല്ല. ചർച്ചയിലൂടെ നമുക്ക് ടേമൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. ചർച്ച പോലും ചെയ്യാതെ പ്രഖ്യാപിക്കാം. അവരെ ഞങ്ങളെ എന്തിനായിരിക്കും വിളിച്ചത്, മീറ്റിങ്ങിന് വിളിച്ചത്? മുസ്ലിം ലീഗ് പോലൊരു പാർട്ടി, അതായത് 2010 1900 അംഗങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നതും ഇപ്പോൾ ഏകദേശം 3400 അംഗങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഉള്ള കേരളത്തിലെ ഏറ്റവും സ്ട്രൈക്ക് റേറ്റും ഗ്രോത്ത് റേറ്റും ഉള്ളൊരു പാർട്ടി മുസ്ലിം ലീഗ് പാർട്ടി. എല്ലാ കാലത്തും ഞങ്ങൾ മര്യാദ എപ്പോഴും UDF കാണിക്കുന്ന ആളുകൾ. ഞങ്ങളെ വിളിച്ചു വരുത്തുമ്പോൾ ഞങ്ങളോട് ചർച്ച ചെയ്യാതെ പ്രഖ്യാപിക്കുന്നതിലും കുഴപ്പമില്ല എന്നവർക്ക് തോന്നുകയാണ്. ആ ആറ്റിറ്റ്യൂഡാണ് ഇഷ്യൂ, അടിസ്ഥാനപരമായ ഇഷ്യൂ. മറ്റൊന്ന്, ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഞങ്ങൾക്ക് അവകാശം ചോദിക്കാൻ പറ്റും. അത് ചോദിക്കാനുള്ള ക്ലെയിം ഞങ്ങൾക്കുണ്ട്. ഇല്ല എന്ന് പറയുന്നതിന് ഒരുപക്ഷെ പറയുന്ന റീസൺ സ്വന്തമായി ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കേണ്ടതില്ല. അപ്പോൾ ഒരു മുന്നണി സംവിധാനത്തിൽ സ്വന്തമായി ഭൂരിപക്ഷം കിട്ടിയാൽ പിന്നെ മുന്നണി ചർച്ച ചെയ്യേണ്ട എന്ന ആറ്റിറ്റ്യൂഡ് തെറ്റാണ്. മാത്രമല്ല, എൻ്റെ അഭിപ്രായത്തിൽ മുന്നണി ഒരു UDF ആയാലും LDF ആയാലും ഏത് മുന്നണിയായാലും ആ മുന്നണി ഏറ്റവും ചെറിയ ഘടകകക്ഷി, ഒരു സീറ്റ് പോലും ഇല്ലാത്ത ഘടകകക്ഷി ഉണ്ടാവും. പക്ഷെ നമ്മളൊരു സ്ഥാനം തീരുമാനിക്കുമ്പോഴോ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോഴോ അവരെയും കൂടി ഇരുത്തണം. അവരെ ഇരുത്തി അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടാണ് തീരുമാനമെടുക്കുക. ഒരു വലിയ പാർട്ടി ആരാണോ ആ പാർട്ടിയിൽ നിന്ന് തീരുമാനം പ്രഖ്യാപിക്കുന്നു, ശരിയായ പ്രവണതയല്ല. പിന്നെ മുന്നണി തന്നെ വിളിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളിപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നാലും, ഇപ്പോൾ മേയറുടെ കാര്യത്തിൽ അവർ തന്നെ തീരുമാനമെടുത്തു. അത് അവർക്ക് തന്നെയുള്ള പോസ്റ്റാണ്, നമുക്ക് തർക്കമില്ലാത്ത പോസ്റ്റാണ്. അതുപോലെ ചർച്ച ചെയ്യുന്നത് നല്ലത്. ചർച്ച ചെയ്തില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ അതിനകത്തൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുന്നില്ല. ഇവിടെ ഞങ്ങൾ ആകെപ്പാടെ ഞങ്ങളൊരു കത്ത് കൊടുത്തു വന്ന 1, 2 ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തി. അതിന് മുമ്പായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ പ്രഖ്യാപിച്ചിട്ട് പിന്നെ ഞങ്ങൾ എന്തിനായിരിക്കും വിളിച്ചത്? ഈ 2 വിഷയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളല്ലേ ചോദിക്കേണ്ടത്. ഞങ്ങൾ എവിടെ ചോദിക്കേണ്ടത്? ജില്ലാ UDFിലല്ലേ ചോദിക്കേണ്ടത്. അത് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് തോന്നുന്നതിൻ്റെ അപകടം പറ്റി വലുതാണ്. എൻ്റെ മെസ്സേജ് എന്താണെന്നറിയാമോ? അതായത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ ഘടകകക്ഷികളോട് ചർച്ച ഉണ്ടാവില്ല എന്നൊരു പ്രഖ്യാപനം ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സ് ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതാണ്. ഘടകകക്ഷികളുടെ പിന്നെയുള്ള ചിന്ത അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ലേ എന്ന് ചിന്തിക്കും. അത് പരസ്ഥലത്ത് അപകടമുണ്ട്. മുന്നണി സംവിധാനത്തിൽ അത് പാടില്ല. എത്ര ഭൂരിപക്ഷം, മുഴുവൻ സീറ്റുകളും നമ്മൾ ജയിച്ചു എന്നിരിക്കട്ടെ, അപ്പോൾ അങ്ങനെ ജയിച്ചാലും ശരി, ആ സീറ്റേ കൊടുത്തിട്ടില്ലാത്തൊരു ഘടകകക്ഷി ഉണ്ടെങ്കിലും അവരെയും കേൾക്കണം. അങ്ങനെ ഇൻഫോംഡ് ഡിസിഷൻ വേണം. യൂണിലാറ്ററൽ ആകരുത്. ആളുടെ വലുപ്പം ഒന്നും നോക്കിയിട്ട്
ലീഗിനെ സംബന്ധിച്ച് ലീഗിൻ്റെ ബേസിനെ കുറിച്ചൊന്നും ആരും കോൺഗ്രസിനിവിടെ കിട്ടിയതുപോലെ തന്നെ പെർസെൻറ്റേജ് വൈസ് ഞങ്ങൾ 100% കൂടുതൽ സീറ്റുകൾ ജയിച്ചു. പല്ലാരിമംഗലത്തൊക്കെ ഞങ്ങൾ 9 സീറ്റ് മത്സരിച്ച് 9 ജയിച്ചു. ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡാണ്. അവിടെ കോൺഗ്രസിന് 5 എണ്ണത്തിൽ ഒരെണ്ണമാണ് തോറ്റത്, 4 ഞങ്ങൾ ജയിപ്പിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ എല്ലാ സ്ഥലത്തും കൊച്ചിൻ കോർപ്പറേഷൻ തന്നെ ഒരു 15ഓളം വാർഡുകളിൽ ഡിവിഷനുകളിൽ ലീഗിൻ്റെ വർക്ക് നിർണായകമാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചതിൽ ലീഗ് നിർണായകമായി പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 15 പേര് ജയിച്ചിരിക്കുന്നത്. അവർ ഞങ്ങളുടെയും കൂടെ കൗൺസിലറാണ്. അപ്പോൾ അവർ ജയിച്ചു എന്നത് ഞങ്ങളെ വിളിക്കാതിരിക്കാനുള്ള കാരണമായി മാറുകയാണോ? അവർ സപ്പോസ് അത് 35 പേരേ ഉള്ളൂ, അല്ലെങ്കിൽ 32 പേര് കോൺഗ്രസിനുള്ളൂ എന്നിരിക്കട്ടെ, അപ്പോൾ വിളിക്കേണ്ടി വരില്ലേ? അപ്പോഴാണ് വിളിക്കേണ്ടത്. അപ്പോഴും ഞങ്ങളുടെ സ്റ്റാൻഡ് ഇത് മാത്രമേ ഉള്ളൂ. അവിടെയും കോൺഗ്രസിനോ ഘടകകക്ഷികൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യും. പക്ഷെ ചർച്ച വേണ്ടേ? അത് ശരിയായ പ്രവണതയല്ല. ഇതാണ് ഞാൻ പ്രശ്നം. ഇതിപ്പോ കൊച്ചി കോർപ്പറേഷനിലെ വിഷയമാണെങ്കിൽ പോലും അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് മുന്നണി സംവിധാനം പോവുകയാണ്. അങ്ങനെയെങ്കിൽ ലീഗ് കുറെ കൂടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഇന്നിപ്പോൾ വൈകിട്ട് 4 മണിക്ക് യോഗമൊക്കെ ഉണ്ട്. അല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഒരു തീരുമാനം എടുത്താലും ഞങ്ങൾ ഇന്നത്തെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ അവലോകനം ചെയ്ത് വൈകിട്ട് ഞങ്ങൾ കൂടി തീരുമാനമെടുക്കും. ആ വിഷയം സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയെ അറിയിക്കുകയും പാർട്ടിയിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് സാധിക്കരുത് തങ്ങളാണ്. താങ്കളുടെ തീരുമാനം എന്താണോ അത് ഞങ്ങളുടെ മേൽ ബൈൻഡിങ്, എല്ലാ പാർട്ടിക്കാരുടെ മേൽ ബൈൻഡിങ് ആണ്. അപ്പോൾ ആ തീരുമാനം അവൈറ്റ് ചെയ്യണം. അവിടെ എടുക്കുന്ന തീരുമാനം ഞങ്ങൾ പാലിക്കും. അതിനപ്പുറത്തേക്ക് ഞങ്ങളായിട്ട് ഒരു 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 പ്രക്ഷോഭം ഉണ്ടാക്കാനൊന്നും പറഞ്ഞതല്ലായി. ഞങ്ങളുടെ പ്രശ്നം ഇത് അൺറീസണബിൾ ആണ്, ഇത് തെറ്റായ പ്രവണതയാണ്, ഇംപ്രോപ്പറാണ്, ഇത് തിരുത്തപ്പെടേണ്ടതാണ്, ഇങ്ങനെയല്ല UDF സംവിധാനം കൊണ്ട് നടന്നിട്ടത് എന്നുള്ളത് ഈ പരാതി ഞങ്ങൾ UDF കൺവീനറോട് പറഞ്ഞു, UDF ചെയർമാനോട് ആ മൊമെന്റിൽ തന്നെ പറഞ്ഞു. അപ്പോൾ അത് പരിഹരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ പിന്നീട് കോൺഗ്രസിനകത്ത് നിന്ന് ഇപ്പൊ ഇന്നലെയൊക്കെ പരസ്യമായ പ്രസ്താവനകളൊക്കെ വന്നതിന് ശേഷം ഉണ്ടായോ അത്തരം കമ്മ്യൂണിക്കേഷനുകൾ? ഞങ്ങളൊരു പരസ്യ പ്രസ്താവന എന്ന് ഞങ്ങൾ പറയുന്നത് കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഞങ്ങളെ അറിയിക്കാതെ പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്ന വിവരം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കണ്ടത്. അല്ലാതെ കോൺഗ്രസിനെതിരെ ഒരു വാളെടുക്കാനൊന്നും എടുത്തൊന്നുമല്ല. പക്ഷെ ആ അറിയിക്കാതിരിക്കൽ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞങ്ങളോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ചില നേതാക്കളൊക്കെ. ആ കമ്മ്യൂണിക്കേഷൻ്റെയൊക്കെ അടിസ്ഥാനം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇടപെടലാണ്. ഞങ്ങൾ പരസ്യ പ്രസ്താവന അങ്ങനെയൊന്നും ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ നിന്നും ചില ആളുകളൊക്കെ വിളിക്കുന്നുണ്ട്. ഞങ്ങളവരോട് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. സംസാരിച്ചിട്ട് ഒരു പരിഹാരത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ അതിനോടൊപ്പം നിൽക്കും. പരിഹാരത്തിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാന മുസ്ലിം നേതൃത്വത്തിന് തീരുമാനത്തിലൂടെ